ഓസ് കരാട്ടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഏവർക്കും സെയ്ഷോറിയോ കരാട്ടെ സ്കൂളിലേക്ക് സ്വാഗതം. ആദ്യമായി വിഷ് എന്ന രീതിയാണ് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ രണ്ടുപേര് തമ്മിൽ കാണുമ്പോൾ വിഷ് ചെയ്യണം. കരാട്ടയിൽ വിഷ് ചെയ്യുന്നത് പ്രത്യേക ഒരു രീതിയിലാണ്. തല കുനിച്ച് ആണ് സ്റ്റുഡൻസും ടീച്ചറും അല്ലെങ്കിൽ സ്റ്റുഡൻസ് തമ്മിലും വിഷ് ചെയ്യേണ്ടത്. രേ എന്നാണ് വിഷ് ചെയ്യുമ്പോൾ നമ്മൾ വിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്. ബോ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. രേ എന്ന് പറയുന്നത് കമാൻഡാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ പരസ്പരം തലകുനിച്ച് വിഷ് ചെയ്യുന്നു. രേ ഓസ് നവത്തെ. നവത്തെ മീൻസ് റിലാക്സ് ഓർ കം ബാക്ക്. നൗ മെഡിറ്റേഷനാണ്. നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുന്നതും അവസാനിപ്പിക്കുന്നതും മെഡിറ്റേഷനോട് കൂടിയാവണം. കരാട്ടയിലും ആ രീതി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മെഡിറ്റേഷൻ നിന്നുകൊണ്ട് മെഡിറ്റേഷൻ എടുക്കും, ഇരുന്നു കൊണ്ടുള്ള മെഡിറ്റേഷനും ഉണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ടുള്ള മെഡിറ്റേഷനാണ്. നീൽ ഡൗൺ ചെയ്ത് ഇരുന്ന് കണ്ണുകളടച്ച് സൈലന്റ് പ്രയർ. സിസ. മുക്സോ. മുക്സോ ഏമാത്തെ. ഓപ്പൺ യുവർ ഐസ്. നമ്മൾ പ്രാർത്ഥിച്ച ഒബ്ജക്റ്റിനെ ഗോഡ് ഓർ അവർ പേരൻസ്, ടീച്ചേഴ്സ് ആരുമാകട്ടെ, അവരെ നമ്മൾ വിഷ് ചെയ്യണം. മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രെയർ ചെയ്തത്. അവരെ നമ്മൾ തലകുനിച്ച് കൈകൾ രണ്ടും ഫ്ലോറിലേക്ക് വെച്ച് തലകുനിച്ച് വിഷ് ചെയ്യുന്നു. ശോഭനെ മെരേ ഓസ് നവത്തെ. Then wish to the teacher. ടീച്ചറിനെ വിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു റിക്വസ്റ്റോട് കൂടിയാണ് ആ വിഷ് ചെയ്യുന്നത്. ടീച്ചറിനെ നോക്കി പറയുന്നു വൺകേഷിമാസ്. വൺകേഷിമാസ് മീൻസ് പ്ലീസ് ടീച്ച് മീ. ദയവായി പഠിപ്പിച്ചാലും. കരാട്ടെ ക്ലാസ് അവസാനിക്കുമ്പോൾ ടീച്ചറിന് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച് ഫോർ ടീച്ചിങ് ദിസ്. ദോമോ അരികതോ. ഇപ്പോൾ നമ്മൾ ദയവായി പഠിപ്പിച്ചാലും എന്ന് സ്റ്റുഡൻസ് ടീച്ചറിനെ വിഷ് ചെയ്തുകൊണ്ട് പറയുന്ന രീതി. അല്ലേ സെൻസേനി റൈ വൺഗിഷിമാസ് നൗത്തെ. ദെൻ പരസ്പരം വിഷ് ചെയ്യുക. പരസ്പരം വിഷ് ചെയ്യുന്നതിന് ഒത്തുകിനെ രേ എന്ന് പറയും. ഒത്തുകിനെ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഈച്ച് വിഷ് ചെയ്യുക. 10. ഒത്തുകിനെ രേ ഓസ് നൗത്തെ. 10. തത്സ്. തത്സ് എന്ന് പറഞ്ഞാൽ അപ്പ്, ഉയരുക, എഴുന്നേൽക്കുക. കംബൈൻ ക്ലോസിംഗ് സ്റ്റാൻസ്. നമ്മൾ സ്റ്റാൻസിലേക്കുള്ള അവബോധം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ വിഷ് ചെയ്യുന്ന രീതിയും ആദ്യത്തെ സ്റ്റാൻസും ക്ലോസിംഗ് സ്റ്റാൻസ് അല്ലെങ്കിൽ ഐസേ കുഡാച്ചിയാണ്.
ആ ഐസേക്കുഡാച്ചിയിലാണ് നമ്മൾ ഏറ്റവും ആദ്യം നിൽക്കുന്നത്. ഇനിയും നമ്മൾ എല്ലാ ക്ലാസ്സിലും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള എക്സർസൈസ്, അതിന് മുൻപായിട്ട് തുടങ്ങുന്ന സ്റ്റാൻസസ്, അതിനെക്കുറിച്ചുള്ളൊരു അവെയർനെസ്സാണ് തരുന്നത്. ഫസ്റ്റ് സ്റ്റാൻസ് എന്ന് പറയുന്നത് ഐസേക്കുഡാച്ചി. ജോയിൻ യുവർ ഫീറ്റ്. കാലുകൾ രണ്ടും പ്രോപ്പറായിട്ട് ജോയിൻ്റ് ആക്കി വയ്ക്കുക. മേക്ക് യുവർ ഫീറ്റ് ക്ലോസ്. സെക്കൻഡ് വൺ മുസുബിദാച്ചി. മുസുബിദാച്ചി എന്നാൽ ദാച്ചി മീൻസ് സ്റ്റാൻസ്, അത് നമുക്കറിയാം. ദാച്ചി എന്നാൽ സ്റ്റാൻസ് എന്നർത്ഥം. സെക്കൻഡ് സ്റ്റാൻസ് ആണ് മുസുബിദാച്ചി, ഗെറ്റ് റെഡി എന്നർത്ഥം. നമ്മൾ കൈകൾ രണ്ടും ഫേസിന് ചിൻ ലെവൽ എടുക്കും. നമ്മളൊരു ടെക്സ്റ്റ് എടുത്ത്, ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കാൻ പിടിക്കുന്നത് പോലെ നമ്മളുടെ കൈകൾ ഫേസിന് ചിന്നിന് ഈക്വലായിട്ട് റേസ് ചെയ്യുക. ദെൻ അവിടെ നിന്നും നമ്മുടെ കാലിൻ്റെ പാദങ്ങൾ വി ആകൃതിയിലേക്ക് കൊണ്ടുവരിക. മേക്ക് യുവർ ഫീറ്റ് വി ഷേപ്പ്. നൗ അറ്റ് ദി സെയിം ടൈം കൈകൾ താഴേക്ക് സ്ട്രെച്ച് ചെയ്യുക. കൈകളുടെ നെക്കിൾസ് ഓപ്പോസിറ്റ് ഹാൻഡിൻ്റെ വെള്ള വശത്തിന് അകത്ത് കിടന്ന് റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്യണം. കം ബാക്ക്. ഐസേക്കുഡാച്ചി. സെക്കൻഡ് വൺ മുസുബിദാച്ചി or yai, Y-O-I. Yes, make your feet V shape. Then the third stance is Haikodachi. Haikodachi means parallel stance. നമ്മളുടെ ഷോൾഡർ ലെവല് കാലുകൾ അകത്തി വയ്ക്കുക. ടോസ് ചവിട്ടി കാലിൻ്റെ ഹീല് രണ്ട് സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്യുക. ദെൻ കൈകൾ ചുരുട്ടി ബ്രീത്ത് ഇൻഹേൽ ചെയ്യണം. Inhale and exhale. It is called Haikodachi. Kamate. Kamate means ready. നമ്മൾ ഏത് സ്റ്റാൻസിലാണോ ആ സ്റ്റാൻസിൽ റെഡി പൊസിഷൻ എന്നാണ് കമാത്തെ എന്ന വേർഡിൻ്റെ മീനിങ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെല്ലാ ക്ലാസ്സുകളിലും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. തുടർന്നുള്ള സ്റ്റാൻസസ് ഇനിയുമുണ്ട്. ആ സ്റ്റാൻസോട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ആവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമുള്ള സ്റ്റാൻസും കൂടെ ഈ സമയത്ത് നിങ്ങളെ പറഞ്ഞു തരികയാണ്. ഇവിടെ നിന്ന് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് സോട്ടോ ഹജിജി ദാജി. സോട്ടോ ഹജിജി ദാജി. യുവർ ഫുട്ട് മേക്ക് 45 ആംഗിൾ. രണ്ട് കാലിൻ്റെയും ടോസ് പാദങ്ങൾ 45 ആംഗിളിലേക്ക് ഫോക്കസ് ചെയ്യുക. സോട്ടോ. നെക്സ്റ്റ് അനദർ വൺ ഈസ് കിബ. കിബ ദാച്ചി ഓർ നൈഫാൻഷിൻ ദാച്ചി. കാലിൻ്റെ ഹീല് നേരെയാക്കുക. അവിടുന്ന് പാദം നേരെയാക്കുക. ടോസിൽ ചവിട്ടിയിട്ട് കാലിൻ്റെ ഹീല് രണ്ട് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ പാദം സ്ട്രെയിറ്റ് ആവും. ദെൻ ലിറ്റിൽ ബെൻഡ് കൊടുക്കുക മുട്ടുകൾക്ക്. ഇറ്റ് ഈസ് കോൾഡ് കിബ ദാച്ചി ഓർ ഹോഴ്സ് റൈഡിങ് സ്റ്റാൻസ്. നെക്സ്റ്റ് ഈസ് ഷീക്കോഡാച്ചി. രണ്ട് കാലിൻ്റെയും പാദങ്ങൾ ഹീല് ഉറപ്പിച്ചിട്ട് രണ്ട് സൈഡിലേക്ക് വശങ്ങളിലേക്ക് കാലിൻ്റെ പാദങ്ങളെ ഷിഫ്റ്റ് ചെയ്യിക്കുക. ഇറ്റ് ഈസ് കോൾഡ് ഷിക്കോഡാച്ചി. ദെൻ അവിടെ നമ്മൾ തിരിച്ചു വരികയാണ്. കം ബാക്ക് ടു കിബാദാച്ചി. ദെൻ കം ബാക്ക് ടു സോട്ടോ ആൻഡ് ദെൻ ഹൈക്കോഡാച്ചി ആൻഡ് ദെൻ മുസുബിദാച്ചി ആൻഡ് കം ബാക്ക് ടു ഐസേക്കുഡാച്ചി. ഈ സ്റ്റാൻസസിൻ്റെ ഷിഫ്റ്റിംഗ് ഇപ്രകാരമാണ്. നമ്മൾ ജൂനിയർ ക്ലാസ് മുതൽ ഇത് നമ്മൾ അഭ്യസിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് നമ്മൾ എക്സർസൈസാണ്, വാമപ്പ് എക്സർസൈസാണ് നമ്മൾ സെൻസായി പ്രജിത്ത് ജേക്കബ് വാമപ്പ് എക്സസൈസ് ആരംഭിക്കുന്നു. നൗതി യായ് ഹൈക്കോടാച്ച് sit up, H, knee, sen, chi, go, ruko, hit, hut, kyo, jo,
Open your leg. Side six. H. Knee. Sen. Chi. Go. Ruko. Shech. Hutch. Ko. Jo. Next, knee touch. H. Knee. Sen. Chi. Go. Ruko. Shti. Hutch. Kyo. Cho. Hands open. Diagonal. H. Knee. Sen. Che. Go. Rook. Shech. Hutch. Kyo. Jo. Front and back bent. 4 steps. H. Knee. Sen. Chi. 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 Then one count, 4 movements. Start. H. Knee. Sen. Che. Go. Navati. Relax. Breathe in. Breathe out. Breathe in. Breathe out. Now, next exercise, body rotation. Left to right, right to left. Start. H. Knee. Sen. Che. Go. Ruko. Shiche. Hutch. Kyo. Cho. Now the next one. Open your leg. Leg side six. Right hand. H. Knee. Press gradual. Don't up and down. Sen. Chi. Go. Ruko. Stay. Hutch. Go. Cho. Come back. Next, leg side sit. Open your leg. Sit to the right side. H. Knee. Sen. Chi. Go. Ruko.
Sheti. Hut. Kyo. Jo. Tat. Relax. Hip rotation. Change. And rotation. Knee. Sen. Chi. Stop. Shoulder rotation. H. Knee. Sen. Chi. Enough. Chest expansion. H. Knee. Sen. Chi. Go. Ko. Stay. Hut. Kyo. Jo. Head and neck exercise. Up and down. H. Knee. Sen. Chi. Go. Rook. Sit. Hut. Kyo. Jo. Side. H. Knee. Sen. Chi. Go. Rook. Sit. Hut. Kyo. Jo. Side bend. H. Knee. Sen. Chi. Go. Rook. Sit. Hut. Kyo. Jo.